ഓഡിൻ, ഫ്രിഗ് എന്നീ ദേവതകളുടെ മകനായിരുന്നു ബാൾഡർ. അതിസുന്ദരനും സൽസ്വഭാവിയുമായ ബാൾഡറിന്റെ സന്തോഷങ്ങൾ അസ്ഗാർഡിലെ മുഴുവൻ ദേവതകളുടെ സന്തോഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇത്രയും സുന്ദരനും സൽസ്വഭാവിയും ഒക്കെ ആയിരുന്നു ബാൾഡറെങ്കിലും അദ്ദേഹം നിരന്തരം മരണത്തെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ തന്റെ അമ്മയായ ഫ്രിഗിനോട് നിരന്തരം ഈ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിന് മരണഭയം ഉണ്ടായ കാര്യം അറിയിക്കുകയും ചെയ്തു. മകന്റെ സങ്കടാവസ്ഥ മനസ്സിലാക്കിയ ഫ്രിഗ് എന്ന ദേവത 9 ലോകങ്ങളിലും സഞ്ചരിച്ച് അവിടെയുള്ള സകലമാന ജീവജാലങ്ങളോടും കല്ലുകളോടും സസ്യങ്ങളോടുമൊക്കെ തന്റെ മകന് അവരിൽ ആരെക്കൊണ്ടും ഏതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകില്ല എന്ന് സത്യം ചെയ്യിക്കുകയും ചെയ്തു. അങ്ങനെ തീ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ വിഷം കൊണ്ടോ പോലും ബാൾഡറിന് ഒരു അപകടവും പറ്റില്ല എന്ന് ഫ്രിഗ് ഉറപ്പാക്കി. അതോടുകൂടി ദേവന്മാർ നമ്മുടെ ബാൾഡറിനെ ഒരു കളിക്കാനുള്ള വസ്തുവായി കൂടെ കാണാൻ തുടങ്ങി. അവർ ആയുധങ്ങളൊക്കെ അവന് നേരെ വലിച്ചെറിയുകയും അവന് നേരെ വരുന്ന ആയുധങ്ങൾ നിർജീവമായി വിടുന്നതൊക്കെ കണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്തു. ഫ്രിഗ് എന്ന ദേവത ലോകത്തുള്ള സകലമാന ജീവജാലങ്ങളോടും സസ്യങ്ങളോടും കല്ലുകളോടുമൊക്കെ സ്വന്തം മകനു വേണ്ടിയിട്ട് അപേക്ഷിച്ചുവെങ്കിലും മിസ്റ്റിൽട്ടോ എന്ന പേരുള്ള ഒരു കുഞ്ഞു ചെടിയോട് അവൾ അപേക്ഷിക്കാൻ മറന്നുപോയി. മനഃപൂർവ്വം മറന്നതല്ല, ഇതൊരു തീരെ കുഞ്ഞു ചെടി ആയതുകൊണ്ട് അത് ഒരു ദോഷവും വരുത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് മിസ്റ്റിൽട്ടോയെ ഒഴിവാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കൗശലക്കാരനായ ലോകി ഈ ബാൾഡറുടെ സ്വപ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഈ മിസ്റ്റിൽട്ടോ എന്ന് പറയുന്ന ആ കുഞ്ഞൻ ചെടിയെ പിഴുതെടുത്ത് അതിൽ നിന്നൊരു ചെറിയ അമ്പുണ്ടാക്കുകയും ഈ അമ്പ് കൊണ്ടുപോയി ബാൾഡറിന്റെ സഹോദരനും അന്ധനുമായ ഹോഡറിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ബാൾഡർ നിൽക്കുന്ന ദിശയിലേക്ക് ഈ ചെറിയ അമ്പ് വലിച്ചെറിയുവാൻ ഹോഡറിനോട് പറഞ്ഞു. ഹോഡർ അപ്പോൾ തന്നെ ബാൾഡർ നിൽക്കുന്ന ദിശയിലേക്ക് ഈ അമ്പ് വലിച്ചെറിയുകയും ഈ അമ്പ് പോയി ബാൾഡറിന്റെ ഹൃദയത്തിൽ തറയ്ക്കുകയും ബാൾഡർ തൽക്ഷണം മരിച്ചു വീഴുകയും അസ്ഗാർഡ് മുഴുവൻ ദുഃഖത്തിലാണ്ടു പോവുകയും ചെയ്തു എന്നാണ് ഈ കഥ പറയുന്നത്. ഈ സംഭവത്തോടു കൂടിയാണ് ദേവതകളെല്ലാം തന്നെ പ്രവചനങ്ങളിലും സ്വപ്നങ്ങളിലുമൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയതെന്നാണ് ഈ നോർസ് ഇതിഹാസം പങ്കുവച്ച കഥ.